ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ ആർലോക്കിനകത്ത് ശാലം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ ആർലോക്കിനകത്ത് തന്നെ ചെറിയൊരു ചാലുണ്ട്, ഇഷ്ടംപോലെ ചാലുണ്ട്. അപ്പോൾ ആ ചാലെന്ന് പറഞ്ഞാൽ ശാലം തെളിവുള്ള ചാലാണ്. അപ്പോൾ അതിനകത്ത് കിടന്ന് കരടമുട്ടി കിടന്ന് മറിയുന്നുണ്ട്. അപ്പം നമ്മൾ പണിയൊക്കെ നിർത്തിയിട്ട് പോയി അതിനെ പിടിക്കാമല്ലോ എന്നുള്ള പ്ലാനിലാണ്. അപ്പം ചൂണ്ടയിട്ടാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം തീറ്റയായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മുടെ കോഴിക്കോട്ടിലില്ലേ, അതാണ്. അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതിടാൻ പോവാണ്. അതിട്ടൊന്ന് ചൂണ്ടയിട്ട് നമ്മൾ നോക്കുവാണ് കിട്ടുമോ ഇല്ലയോ എന്ന്. കിട്ടാതിരിക്കത്തില്ല, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം അതുപോലെ മറിയുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള ഷാജിയണ്ണാണ് ചൂണ്ടയിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതായാലും കാണാം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് ആർലോക്കിനകത്തെ ഒരു ചെറിയ തോട. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്നേ കല്ലടമുട്ടി കിടന്ന് മറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കണ്ടോ. അപ്പം ഞാനും ഉണ്ട്, ഷാജിയണ്ണും ഉണ്ട്. അപ്പം ഷാജിയണ്ണാണ് ചൂണ്ടയിടുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം, തുടങ്ങാം പണി. നമ്മുടെ തീറ്റയെന്ന് പറഞ്ഞാലേ കോഴിക്കോട്ടില്ല കേട്ടോ, കോഴിക്കോട്ടിൽ എത്ര സാധനം മതി അവന്. അത് പോയി, തീറ്റി പോയി. കൊണ്ടുപോയി കണ്ടോ. അടിപൊളി ചെമ്പിൽ നമ്മൾ പെറുക്കുക. കണ്ട അടുത്തത്. അടിപൊളി ഇന്ന് പൊളിക്കും നമ്മൾ. ചൂണ്ട കാണിച്ചാൽ മതി, അപ്പം ചെമ്പില്ല. പോയോ ഓ ആണ്ടെ അടിച്ച് കണ്ടോ. അതിൻ്റെ സൈസ് കണ്ടോ, അതിൻ്റെ സൈസും കളറും കണ്ടോ. ഇത് കണ്ടോ, അതാണ് കണ്ടോ. ഇതാണ് നമ്മൾ ചൂണ്ടിടുന്ന പാർട്ടി കണ്ടോ. കുത്തുന്നുണ്ട് ആണ്ടേ. അടിപൊളി കണ്ടോ, എല്ലാം ഒരേ സൈസ് സാധനമാണ് കണ്ടോ. ഇത് കണ്ടത്തിലൊക്കെ കണ്ട മുട്ടിയില്ല, കണ്ടോ സൈസ് കണ്ടോ. കറുത്ത് പിടച്ച് ഇരിക്കുക. കറുത്തതെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ കളറാണ് മെയിനായിട്ട്. ഉണ്ട് വെള്ളം, കറുത്ത വെള്ളമല്ലേ ഇത് കണ്ടോ. വെള്ളത്തിൻ്റെ കളർ കണ്ടോ, അതിൻ്റെയാണ് ഈ കറുപ്പ് കരടമുട്ടിക്ക്. ഉണ്ട് ആ കാണുന്നത് കരകത്തിൻ്റെ പുറത്ത് ഈ വള്ളി കയറി കിടക്കുക, കാട് പിടിച്ച് കിടക്കണ്ട. ഇതുണ്ടോ, നേരെ സന്ധ്യയായി വരുവാണ്. ഇതുണ്ട് സൂര്യനൊക്കെ അസ്തമിച്ച് വരുവാണ്. ഈ സമയത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കിനെ പടക്കം അടിക്കും. പിന്നെ വലിപ്പോ നോക്കി, അടിപൊളി സാധനം. ഇത് കണ്ടോ കരടമുട്ടിയുടെ വലിപ്പം. കൈ വെച്ച് കാണിച്ചു വേണം.
ഇത് കണ്ടോ എന്നാ സൈസാണ്, അടിപൊളി. ആ ഇതിൻ്റെ ഭയങ്കര മുള്ള മിഴുങ്ങിയാൻ. അവിടെ അങ്ങോട്ട് മറപ്പ് പോവാ. കൊത്തിയാ? ആ ചെയ്തി. ആ ചെയ്തി. എന്നാ സൈസാന്ന് നോക്കിയേ. ഇതിനെല്ലാം ലാസ്റ്റ് കാണിക്കാം എന്തുമാത്രം കിട്ടിയെന്ന്. കൊത്തിയിട്ടുണ്ട്. കണ്ടോ നല്ല കണ്ടോ, നല്ല സൈസ് കണ്ടോ അതിൻ്റെയൊക്കെ ഉണ്ടോ? എന്നാൽ ഒന്നും കൂടെ സൈസ് കാണിച്ചു വേണം കൈ കണ്ട്. ഇനി മുള്ള് ഭയങ്കര ഇതായിരുന്നേ, പാടാ മൊത്തം. കണ്ടോ ഇത് കണ്ടോ, ആ സൈസാണ് ഇത് കണ്ടോ, ഒരു കല്ലടമുട്ടിയുടെ സൈസാണ്. ഇത് കണ്ടോ പുല്ല് ചെത്തിക്കൊണ്ട് പോകുന്നുണ്ടോ, പുല്ല് ചെത്തിക്കൊണ്ട് കണ്ടോ, അമ്മയാ കണ്ടോ. ഇത് കൊണ്ട് നമ്മൾ വണ്ടേ കൊണ്ട് വെക്കും. അപ്പം രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്കിന് ആലപ്പുഴയിൽ നിന്ന് ആൾക്കാർ വരും എടുക്കാനായിട്ടേ, അവരെടുത്തുകൊണ്ട് പോകും. കണ്ടോ, അപ്പം നമുക്ക് നമ്മുടെ പണി നടത്താം. അതെ, ശകലം അനക്കുമ്പോഴത്തേട്ടുണ്ട്. അത് കാരണം ശകലം താമസിക്കും. അത് നമുക്ക് നോക്കാം. പിന്നെ കല്ലടമുട്ടി അത് കാരണം അങ്ങനെ ഇതൊന്നുമില്ല, അവന് വലിയ ഭാഗമൊന്നുമില്ല ഇല്ലാണോ അവൻ. കല്ലടമുട്ടി കണ്ടോ, കിടുക്കൽ സാധനം, കറുത്ത കല്ലടമുട്ടി. കാണിച്ചെണ്ണ നീ കണ്ടോ, അതെന്നെ സൈസാന്ന് നോക്കി, അടിപൊളി. വെള്ളത്തിൻ്റെ കളറാണ് ഇതേ ഈ കറുത്തിരിക്കുന്നത്. കുത്തിയിട്ടുണ്ട്. ചെറുതാ, അത് വലിയ വലുതൊന്നുമല്ല. ഇതല്ല, ഇത് നമ്മുടെ പാടത്തെ ചെമ്പരയുടെ സൈസ്. അടുത്ത് കുത്തി കിടക്കുമായിരുന്നു. കൂട്ടുകാരെ, നമ്മൾ ചൂണ്ടയിൽ നിർത്തുകയാണ്. നമ്മൾ നേരെ പോവാൻ ഇപ്പം മീൻ കാണിച്ചു തരാം. നമുക്ക് കിട്ടിയ കല്ലടമുട്ടിയ ഇതുണ്ട്, നമ്മുടെ ചുള്ളിച്ചൂണ്ട കൊണ്ട് പിടിച്ചതാണ്, നമ്മുടെ നാടൻ ചൂണ്ട. ഇതുണ്ടോ, എല്ലാം കിടുക്ക സാധനമാണ്. ഒന്നും ചാത്തിട്ടില്ല. ഇതുണ്ടോ, അരമണിക്കൂർ പരിപാടിയാണ്. ആവശ്യം പോലെ കിട്ടി. കറി വെക്കുകയും ചെയ്യാം, വറക്കുകയും ചെയ്യാം, വേണേൽ നമ്മുടെ എന്താ പറയുന്നത് പൊള്ളിക്കുകയും ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.